ഹലോ മീഗോസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്യൂട്ട് ബാഗുമായിട്ടാണ്. പക്ഷേ ഇതൊരു സ്യൂട്ടല്ല, RR Gear വളരെയധികം അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലെവൽ 1 റൈഡിങ് ജാക്കറ്റാണ്. യെസ്, ഇറ്റ്സ് RR Gear റാപ്റ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ജാക്കറ്റിനെ കുറിച്ചാണ്. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. RR Gear സ്റ്റാർട്ടിംഗ് മോഡലായിട്ടുള്ള റാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് ഫുൾ ബ്ലാക്കും ഒന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നിയോൺ ഗ്രീനും ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഈ ഒരു ജാക്കറ്റ് ഒരു ചെറിയ സ്യൂട്ട് ബാഗിനകത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ജാക്കറ്റ് ഈ ഒരു ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഈ ഒരു പാക്കേജിൽ ഈ ഒരു ജാക്കറ്റും ഇതിൻ്റെ കൂടെ ഒരു റെയിൻ ലൈനറും കൂടെ ഉണ്ട്. എക്സ്റ്റേണൽ റെയിൻ ലൈനറാണ്, വേറെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ലൈനേഴ്സ് ഒന്നുമില്ല. ഈ ഒരു ജാക്കറ്റിലെ അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഒരു ലൈനർ അറ്റാച്ച്മെൻറ്റ് സിസ്റ്റം ഒന്നുമില്ല. നമ്മൾ തെർമൽ ലൈനേഴ്സോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെയിൻ ലൈനേഴ്സൊക്കെ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ലൈനേഴ്സ് വാങ്ങി യൂസ് ചെയ്യേണ്ടി വരും. അതിനുള്ള ഇൻറ്റേർണൽ പ്രൊവിഷൻസ് ഒന്നും ഈ ഒരു ജാക്കറ്റിൽ വന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ ഈ ഒരു ജാക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ലോഗോ, അതും ഈ ഒരു ഫ്രണ്ട് റീജിയനിലെ ഒരു റബ്ബർ ബാഡ്ജിങ് പോലെ ലോഗോ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു നിയോൺ ഗ്രീൻ കളർ എന്ന രീതിയിലാണ് വരുന്നതെങ്കിലും ഇതിൽ മെജോറിറ്റി കളറും ബ്ലാക്ക് തന്നെയാണ്. ഈ ഒരു ബ്ലാക്കിന് മൊത്തത്തിലൊരു ഔട്ട്ലൈൻ വരുന്ന രീതിയിലാണ് ഈ ഒരു നിയോൺ ഗ്രീൻ എലമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഷോൾഡർ ഭാഗത്തും അതുപോലെ ആംസിൻ്റെ ഔട്ടർ സൈഡിലും നമ്മുടെ വേസ്റ്റ് ഭാഗത്തും ഒക്കെ ഈ ഒരു നിയോൺ ഗ്രീൻ എലമെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് സിപ്പർ പോക്കറ്റിൻ്റെ ഒരു ബോർഡർ ആയിട്ടും അതുപോലെ ആം സ്ട്രാപ്സിലെല്ലാം തന്നെ ആ ഒരു നിയോൺ ഗ്രീൻ എലമെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോഴും കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല, നല്ല പ്ലെയിൻ ബാക്ക് തന്നെയാണ്. അതിൽ ചെറിയ റിഫ്ലക്റ്റിംഗ് ലൈൻസും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നിയോൺ ഗ്രീൻ്റെ എലമെൻറ്റ്സ് ഔട്ടർ ഭാഗങ്ങളിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ഭാഗത്ത് ഈ RR Gear ഒരു ടെക്സ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ലോഗോയും അതും ഒരു റിഫ്ലക്റ്റിംഗ് സ്ട്രിപ്പ് കൊണ്ടുള്ള ഒരു സെറ്റപ്പാണ്. പിന്നെ മേൽഭാഗത്ത് സെൻട്രലായിട്ട് ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെ ഈ ഒരു റബ്ബർ മെറ്റീരിയലിലുള്ള ഒരു RR Gear ടെക്സ്ചറോട് കൂടിയിട്ടുള്ള ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജാക്കറ്റിൽ ഈ ഒരു നിയോൺ ഗ്രീൻ വരുന്ന ഭാഗങ്ങളിലാണ് പ്രോപ്പർ 600 ഡെനിമിലുള്ള മെറ്റീരിയൽ ഉള്ളത്. ബാക്കി ഭാഗങ്ങളെല്ലാം ഈ ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളെല്ലാം മെഷാണ്, ബ്രീത്തബിൾ ആയിട്ടുള്ള മെഷ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ സീസണിലും സമ്മർ സീസണിലും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വെന്റിലേഷൻ കിട്ടുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന പൊസിഷനിലാണ് ഈ ഒരു നിയോൺ ഗ്രീൻ എലമെൻറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജാക്കറ്റ് വളരെയധികം അറ്റൻഷൻ ഗ്രാബിംഗ് ആണ്. നമ്മൾ ഈ ഒരു ജാക്കറ്റ് ഇട്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഐ കോണ്ടാക്ട് ഈ ഒരു ജാക്കറ്റിലേക്ക് വരും. അത് ഈ ഒരു നിയോൺ ഗ്രീൻ കളർ കൊണ്ടാണ്. ഈ ഒരു കളറിന് മറ്റൊരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. നമ്മൾ ഫോഗ് അല്ലെങ്കിൽ നല്ല റെയിനൊക്കെ ഉള്ള ടൈമിൽ മറ്റുള്ള വെഹിക്കിൾസിനും മറ്റുള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. ഈ 2 കളറല്ലാതെ ഒരു ഗ്രേ ലൈൻസും അതുപോലെ തന്നെ ചെറിയ ഗ്രേ സ്ട്രിപ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് റിഫ്ലക്റ്റിംഗ് എലമെൻ്റ് ആണ്. ഇനി ഈ ഒരു ജാക്കറ്റിൽ വന്നിട്ടുള്ള സ്പെക് ടാഗ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റേറ്റിൻ്റെ ഒരു ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ RR Gear ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ടാഗ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ XY ആർമേഴ്സ് ആണ് ഈ ഒരു ജാക്കറ്റിൽ വരുന്നത്. ലെവൽ 1 ആർമേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു XY ഒരു ഡീറ്റെയിൽഡ് ബുക്ക്ലെറ്റ് പോലുള്ള ഒരു ടാഗും ഈ ഒരു ജാക്കറ്റിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ടാഗിൽ അവർ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഒരു പ്രൈസ് ടാഗ് ഉണ്ട്. പ്രൈസ് ടാഗ് ഈ ഒരു ജാക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് 4500 ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലെവൽ 1 ജാക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി സ്പെക്സ് ഒക്കെ ഉള്ള ഒരു ജാക്കറ്റാണ്. ഈ ജാക്കറ്റിൽ പല ഭാഗത്തായിട്ട് അവർ ആ ഒരു RR ഗിയറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റാപ്റ്റർ എന്നുള്ളൊരു ചെറിയൊരു ബാഡ്ജിങ്ങും ഈ ഒരു ആമിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റിംഗ് സ്ട്രാപ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ആമിലായിട്ട് 2 അഡ്ജസ്റ്റിംഗ് സ്ട്രാപ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹുക്ക് ആൻഡ് ലൂപ്പ് വെൽക്രോ അഡ്ജസ്റ്റിംഗ് സ്ട്രാപ്സ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ള സ്ട്രാപ്സ് തന്നെയാണ്. അതുപോലെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പൊസിഷനിൽ തന്നെയാണ് ഈ ഒരു സ്ട്രാപ്സ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നിയോൺ ഗ്രീൻ എലമെൻറ്റും ഈ ഒരു സ്ട്രാപ്പിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ആമിൻ്റെ എൻഡ് പോർഷൻ, അതായത് നമ്മുടെ വ്രിസ്റ്റ് റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സിപ്പറോട് കൂടിയിട്ടുള്ള ഒരു കട്ട് ഓഫും ഒരു അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി പല ജാക്കറ്റിലും ക്ലോസ്ഡ് ആയിട്ടുള്ള കട്ട് ഓഫ്സ് ആണ് കൊടുക്കില്ല. അതിന് പകരം അവരിവിടെ ഒരു ഭാഗത്ത് മാത്രം ഓപ്പൺ ആക്കിയിട്ടിട്ട് ഒരു എക്സ്റ്റെൻഡിങ് പാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. മടങ്ങിയൊന്നും നിൽക്കാത്തതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കും. ഇതിനൊരു നോർമൽ വെൽക്രോ സ്ട്രാപ്പും അവർ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് വരുന്നത് നമ്മുടെ വേസ്റ്റ് ഭാഗത്താണ്. ബാക്കിൽ 2 സൈഡിലായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വേസ്റ്റിൽ ജാക്കറ്റ് പ്രോപ്പറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്. അത് നമ്മുടെ ആമിൽ വരുന്ന പോലെ തന്നെ ഹുക്ക് ആൻഡ് ലൂപ്പ് വെൽക്രോ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. ഇതും നല്ല അത്യാവശ്യം കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വിഡ്ത്തും ലെങ്ത്തൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ജാക്കറ്റിൽ വന്നിട്ടുള്ള യൂട്ടിലിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ബോട്ടമിൽ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഹാർഡ് പ്ലാസ്റ്റിക് കീ ഹോൾഡർ അവർ കൊടുത്തിട്ടുണ്ട്. നോർമലി ഇത് ഉള്ളിലായിട്ടാണ് കൊടുക്കൽ. ഇത് പുറത്തായതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മെയിൻ സിപ്പറൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഡയറക്റ്റ് തന്നെ നമുക്ക് കീ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇനി വരുന്നത് 2 പോക്കറ്റ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ സൈഡിലായിട്ട് 2 സിപ്പർ പോക്കറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള പോക്കറ്റ്സ് തന്നെയാണ്. നമ്മുടെ പേഴ്സോ മൊബൈൽ ഫോണൊക്കെ കൊള്ളാവുന്ന രീതിയിലുള്ള സ്പേസ് ഉള്ള പോക്കറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ ഉള്ളിലായിട്ട് 4 പോക്കറ്റ്സ് വേറെ ഉണ്ട്. അത് ഈ ഒരു ജാക്കറ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയാം. ഇനി ഒരു ജാക്കറ്റിൽ വന്നിട്ടുള്ള റിഫ്ലക്റ്റിംഗ് എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 2 ആമിലും ഏകദേശം എൽബോ പോർഷനിലായിട്ട് 2 റിഫ്ലക്റ്റിംഗ് സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിടുത്തുള്ള സ്ട്രിപ്സ്. ഇത് കൂടാതെ ജാക്കറ്റിൻ്റെ ഫ്രണ്ടിലും ഈ ഒരു നിയോൺ ഗ്രീൻ എലമെൻറ്റിൻ്റെ ബോർഡറൊക്കെ ആയിട്ട് ചെറിയ റിഫ്ലക്റ്റിംഗ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിലും ഉണ്ട് ഫ്രണ്ടിലും ഉണ്ട്. ആൾറെഡി ഈ ഒരു ജാക്കറ്റ് നല്ല രീതിയിൽ വിസിബിലിറ്റി തരും ഈ ഒരു നിയോൺ ഗ്രീൻ എലമെൻ്റ് ഉള്ളതുകൊണ്ട്. അതുകൂടാതെ തന്നെ നല്ല രീതിയിൽ അവർ ഈ ഒരു റിഫ്ലക്റ്റിംഗ് എലമെൻറ്റ്സ് ഈ ഒരു ജാക്കറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 3M സ്കോച്ച് ലൈറ്റിൻ്റെ റിഫ്ലക്റ്റീവ്സ് ആണ് ഈ ഒരു ജാക്കറ്റിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നും ഫെയ്ഡായി പോകാത്ത നല്ല രീതിയിലുള്ള റിഫ്ലക്റ്റിംഗ് മെറ്റീരിയൽ തന്നെയായിരിക്കും. ഇനി ഇതിൻ്റെ സിപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക് സിപ്പേഴ്സാണ് വരുന്നത്. YKKയുടെ ബാഡ്ജിങ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന സിപ്പേഴ്സ് തന്നെയാണ്. അതിൽ ഇന്നർ വാട്ടർ പ്രൂഫ് പോക്കറ്റിൽ മാത്രമാണ് ഒരു മെറ്റാലിക് സിപ്പർ വരുന്നത്. ബാക്കിയെല്ലാം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് സിപ്പേഴ്സാണ് വരുന്നിട്ടുള്ളത്. അതായത് സിപ്പറിൻ്റെ ടീത്ത് എല്ലാം തന്നെ പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ഹാൻഡിൽ മാത്രമാണ് മെറ്റാലിക് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ജാക്കറ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നോക്കണം. അതിനു മുന്നേ ഇതിൻ്റെ മെയിൻ സിപ്പറിനെ കുറിച്ച് നോക്കാം. ടിപ്പിക്കൽ ജാക്കറ്റിൽ വരുന്ന അതേ മെക്കാനിസത്തിൽ വരുന്ന മെയിൻ സിപ്പർ തന്നെയാണ് ഈ ഒരു ജാക്കറ്റിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റേ മാഗ്നറ്റിക് ടൈപ്പൊക്കെ വരുന്നുണ്ട്. ഇതിലങ്ങനെയൊന്നുമല്ല. നമ്മൾ ഗ്ലൗ ഒക്കെ ഇട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ലോങ്ങർ ആയിട്ടുള്ളൊരു സിപ്പർ പുൾസ് ഈ ഒരു മെയിൻ സിപ്പറിന് മാത്രം
കൊടുത്തിട്ടുണ്ട്. മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അടിയിൽ ഒരു എക്സ്റ്റെൻഡ് പാർട്ട് കൂടെ ഉണ്ട്. ജാക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലെ പാർട്ട് ഈ സിപ്പിന് അടിയിലായിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെയിൻ ലൈനറിൻ്റെ സിപ്പേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം ലീക്ക് ചെയ്യുകയാണെങ്കിൽ അത് ജാക്കറ്റിൻ്റെ അടിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണ്. ഇനി നമുക്ക് ഈ ഒരു ജാക്കറ്റിൻ്റെ ഇൻസൈഡ് എങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പം റൈറ്റ് സൈഡിൻ്റെ അടിയിലായിട്ടൊരു ചെറിയ പോക്കറ്റ് ഉണ്ട്. നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റാണ്. നമുക്ക് കണ്ടാൽ കുറച്ച് നേരമായിട്ടുള്ള പോക്കറ്റാണെന്ന് തോന്നും, പക്ഷേ അത്യാവശ്യം ആ ഒരു തിക്നെസ് ഉള്ള പോക്കറ്റ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും. എല്ലാ സൈസിലുള്ള മൊബൈൽ ഫോണും ഈ ഒരു പോക്കറ്റിൽ കോമ്പറ്റബിൾ ആവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വെൽക്രോ ക്ലോസർ വരുന്ന ഒരു പോക്കറ്റാണിത്. ഇനി ജാക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ അണ്ടറിലായിട്ട് ഒരു അത്യാവശ്യം വിടുത്തുള്ള ഒരു വലിയ പോക്കറ്റ് ഉണ്ട്. അത് നമ്മളെ പേഴ്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു പോക്കറ്റാണ്. ഇതിനും ഒരു വെൽക്രോ ക്ലോസറാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും ഒരു വാട്ടർ റെസിസ്റ്റന്റ് രീതിയിലുള്ള ഫാബ്രിക്കിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ വാട്ടർ പ്രൂഫ് ഒന്നല്ല. ഈ ഒരു വലിയ പോക്കറ്റിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു കീ ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. കീ ഹോൾഡറിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ചെസ്റ്റ് റീജിയനിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു വാട്ടർ പ്രൂഫ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ ഫോണും പേഴ്സും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഡെപ്ത് ഉള്ള ഒരു വാട്ടർ പ്രൂഫ് പോക്കറ്റും ഈ ഒരു ജാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ കുറച്ചും കൂടി ബിഗർ സൈസിലുള്ള ഒരു വെൽക്രോ ക്ലോസറോട് കൂടിയിട്ടുള്ള ഒരു പോക്കറ്റ് ഈ ഒരു ജാക്കറ്റിന്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് തന്നെയാണ് ഈ ഒരു പോക്കറ്റും കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ റെയിൻ ലൈനേഴ്സ് ഒക്കെ നമുക്ക് പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സാധാരണ കുറച്ച് നല്ല ജാക്കറ്റ്സിലൊക്കെ പുറത്തായിട്ടാണ് കൊടുക്കല്. കുറച്ചും കൂടെ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പുറത്ത് കൊടുത്താലാന്ന് എനിക്കും തോന്നി, പക്ഷേ ഈ ഒരു ജാക്കറ്റിൽ അത് ഉള്ളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ജാക്കറ്റുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ വന്നിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആർമർ ഇൻസേർട്സ്. ഈ ഒരു ജാക്കറ്റിൽ വന്നിട്ടുള്ള എല്ലാം തന്നെ ലെവൽ 1 ഇൻസേർട്സ് ആണ്. അതിൽ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് ആർമർ എക്സ്ബൈയുടെ CE റേറ്റഡ് ലെവൽ 1 ബാക്ക് പ്രൊട്ടക്ടർ ആണ് ഈ ഒരു ജാക്കറ്റിന്റെ കൂടെ വന്നിട്ടുള്ളത്. ആ റേറ്റിംഗിന്റെ സീലും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ആർമർ ഇൻസേർട്ടിന്റെ പുറത്ത് നമുക്ക് എംബഡഡ് ആയിട്ട് കൊടുത്തത് കാണാൻ പറ്റും. നമ്മുടെ ടിപ്പിക്കൽ ലെവൽ 1 ജാക്കറ്റിൽ കാണുന്ന പോലെ ഹാർഡ് ആയിട്ടുള്ള ഇൻസേർട്സ് അല്ല, ചെറിയൊരു സോഫ്റ്റ് സൈഡ്, അതായത് ഇമ്പാക്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആർമർ ഇൻസേർട്സ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആർമർ ഇൻസേർട്ട് തന്നെയാണ്. ഒരു യെല്ലോ കളറിലായിട്ടാണ് ഈ ഒരു ആർമർ വന്നിട്ടുള്ളത്. അത് നമുക്ക് വളരെ ഈസിലി പുറത്തെടുക്കാവുന്നതും അതുപോലെ തന്നെ ഈസിലി ഇൻസേർട്ട് ചെയ്യാവുന്നതുമായ രീതിയിലുള്ള ഒരു പോക്കറ്റ് തന്നെയാണ് ഈ ഒരു ജാക്കറ്റിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡറിലേക്ക് നോക്കുകയാണെങ്കിൽ ഷോൾഡർ ആർമർ ഇൻസേർട്സും ലെവൽ 1 തന്നെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ആർമറിനെ പോലെ തന്നെ ഇമ്പാക്ട്സ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആർമർ ഇൻസേർട്ട് തന്നെയാണ് ഷോൾഡറിലും വന്നിട്ടുള്ളത്. അതും വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതും പുറത്തെടുക്കാവുന്നതും പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ ഇതിൻ്റെ പോക്കറ്റ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആർമർ ഇൻസേർട്സിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു CE റേറ്റിംഗിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ എംബഡഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി എൽബോയിലേക്ക് നോക്കുകയാണെങ്കിൽ എൽബോയിലും ഇതുപോലെ തന്നെ ഷോൾഡറിൽ വരുന്ന പോലെ തന്നെ ലെവൽ 1 ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഇൻസേർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ആർമർ ഇൻസേർട്സിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു CE റേറ്റിംഗിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ എംബഡഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ജാക്കറ്റിൻ്റെ ഇൻറ്റേർണൽ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽസ് എല്ലാം തന്നെ വളരെ സ്മൂത്ത്, നല്ല ഫിനിഷിംഗ് ഉള്ള കുറച്ചൊരു സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിപ്പോൾ മെഷ് ലൈനിങ് ആയാലും നമ്മുടെ പോക്കറ്റ്സിൻ്റെ ഒക്കെ ലൈനിങ് ആയാലും എല്ലാം തന്നെ ആ ഒരു സ്മൂത്ത് ഫിനിഷ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരു എക്സ്ട്രാ ലൈനർ ഇല്ലാതെ തന്നെ ഈ ഒരു ജാക്കറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്കിലും ആ ഒരു കംഫർട്ട് തരാൻ വേണ്ടിയിട്ട് അവർ ഒരു സ്പോഞ്ചി ടൈപ്പ് നിയോപ്രീൻ ഫാബ്രിക് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെക്കിൽ നമുക്ക് ഈ ഫാബ്രിക്കിൻ്റെ ആ ഒരു കുത്തലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അതുപോലെ നല്ല ഫോഴ്സ് വരുന്ന ഭാഗങ്ങളിൽ, അതായത് ഒരു എക്സ്ട്രാ റീൻഫോഴ്സ്മെൻറ്റ് വരേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഡബിൾ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് തന്നെയാണ്. പിന്നെ ഈ ഒരു ജാക്കറ്റിൻ്റെ മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ 100% 600 ഡെനിം പോളിസ്റ്ററിലാണ് ഈ ഒരു ജാക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ ആയാലും ഇൻസൈഡിലുള്ള മെഷ് ഫാബ്രിക് ആയാലും സിപ്പേഴ്സ് ആയാലും വെൽക്രോ ബാക്കി പോളിസ്റ്റർ ഫാബ്രിക്സ് ആയാലും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ക്വാളിറ്റി അവർ എൻഷുർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഒക്കെ ബാഡ്ജിങ്ങും പല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ജാക്കറ്റിൻ്റെ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു CA റേറ്റിങ്ങിൻ്റെ ബാഡ്ജിങ്ങും എല്ലാം തന്നെ. ഇനി ഇതിൻ്റെ റെയിൻ ലൈനർ നോക്കുകയാണെങ്കിൽ സാധാരണ എക്സ്റ്റേണൽ റെയിൻ ലൈനേഴ്സ് കുറച്ച് ബ്രൈറ്റ് കളേഴ്സിലാണ് കൊടുക്കൽ. പക്ഷേ ഈ ഒരു ജാക്കറ്റിൽ അത് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. ജാക്കറ്റ് പക്ഷേ ഭയങ്കര വിസിബിലിറ്റി തരുന്ന രീതിയിലുള്ള ജാക്കറ്റ് ആണെങ്കിലും എക്സ്റ്റേണലായിട്ട് ഇടുന്ന റെയിൻ ലൈനർ അവർ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. വിസിബിലിറ്റി വളരെ കുറഞ്ഞ ഒരു ബ്ലാക്ക് കളറിലാണ് ഈ ഒരു വന്നത് എന്നൊരു പോരായ്മ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെയിൻ ലൈനർ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു റെയിൻ ലൈനറാണ്. കാരണം അത്യാവശ്യം നല്ല വെള്ളം ഉള്ളിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാട് ഈ ഒരു റെയിൻ ലൈനറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ റിസ്റ്റ് റീജിയനിലൊക്കെ ആ ഒരു ഇലാസ്റ്റിക് പാർട്ട് വരുന്നുണ്ട്. ആ ഒരു സെയിം സംഭവം അവർ നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടില്ല. അത് വേസ്റ്റ് ഭാഗത്ത് ഇലാസ്റ്റിക് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്കും തോന്നുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ സിപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിപ്പേഴ്സിനൊക്കെ തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ പുറത്തേക്ക് ഒരു ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ വെൽക്രോസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിപ്പേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ ഡയറക്റ്റായിട്ട് വെള്ളം ഉള്ളിലേക്ക് എത്തില്ല. നെക്കിലും കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു വെൽക്രോ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെക്കിനോട് ചേർന്ന് തന്നെ ഈ ഒരു റെയിൻകോട്ട് നിൽക്കും. ഈ ഒരു വെൽക്രോസ് തന്നെ നമ്മുടെ മെയിൻ സിപ്പേഴ്സിൽ ത്രൂ ഔട്ട് 2-3 സ്ഥലത്ത് ഈ ഒരു വെൽക്രോ ഉണ്ട്. ഈ ഒരു എക്സ്റ്റേണൽ എക്സ്റ്റൻഷൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ഇൻറ്റേർണൽ എക്സ്റ്റൻഷൻ കൂടെ, ചെറിയൊരു എക്സ്റ്റൻഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അഥവാ ഇനി ഒലിച്ചിറങ്ങുന്ന വെള്ളമായാലും ഉള്ളിലേക്ക് കയറില്ല. അതുപോലെ ഈ ഒരു റെയിൻകോട്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഇൻറ്റേർണലി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ടേപ്പ് അവർ ഒട്ടിച്ചിട്ടുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. സ്റ്റിച്ചിങ് കൂടെ ഒന്നും ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല. അത് എത്രത്തോളം വിസ്റ്റാൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്താൽ തന്നെ അറിയുള്ളൂ. എന്നാലും അത്തരം കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു റെയിൻ ലൈനറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിഫ്ലക്റ്റീവ് മെറ്റീരിയൽസിലേക്ക് നോക്കുകയാണെങ്കിൽ പുറത്തായിട്ട് കുറച്ച് അത്യാവശ്യം നല്ല സൈസിൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലൊരു RR ഗിയറിൻ്റെ ലോഗോയും ഫ്രണ്ടിലായിട്ട് ചെറുതായിട്ടും ആ ഒരു റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ജാക്കറ്റ് ഞാൻ ജസ്റ്റ് വിയർ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ജാക്കറ്റിൻ്റെ സൈസ് വരുന്നത് മീഡിയം ആണ്. ഞാൻ ടിപ്പിക്കലി നോർമൽ ബ്രാൻഡ്സിലെല്ലാം തന്നെ മീഡിയം ആണ് എടുക്കാറ് സൈസ്. പക്ഷേ ഈ ഒരു ജാക്കറ്റ് ശരിക്കും ഒരു സ്മാൾ സൈസ് ലെവലിലാണ് വരുന്നത്. ടിപ്പിക്കലി വരുന്ന മീഡിയം സൈസ് അല്ല, ഇത് കുറച്ച് ചെറുതാണ്. എന്നാലും എൻ്റെ ഹൈറ്റിൽ ഏകദേശം നമ്മളെ വേസ്റ്റ് പോണ്ട ആ ഒരു ലെവലിലൊക്കെ ഈ ജാക്കറ്റ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നത് മീഡിയം ആണ്, സാധാ വരുന്ന മീഡിയം. പക്ഷേ ഈ ഒരു ജാക്കറ്റ് നോർമൽ സൈസ് അല്ല, കുറച്ച് ചെറിയ സൈസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജാക്കറ്റ് എടുക്കുന്നവർ എന്തായാലും ഓൺലൈനിലൊന്നും എടുക്കാതെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഷോപ്പിൽ തന്നെ പോയി ഇട്ട് നോക്കിയിട്ട് എടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ജാക്കറ്റിൻ്റെ കാര്യത്തിൽ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇതാണ് ഈ ഒരു ജാക്കറ്റിൻ്റെ ലുക്ക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ അറ്റൻഷൻ ഗ്രാബിങ് ആയിട്ടുള്ളൊരു ജാക്കറ്റാണത്. ഈ ഒരു നിയോൺ ഗ്രീൻ കളറ് ഈ ഒരു ജാക്കറ്റിൻ്റെ ത്രൂ ഔട്ട് ഉള്ളതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഈ ഒരു RRൻ്റെ ലോഗോയും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ജാക്കറ്റിൻ്റെ കുറച്ച് പഴയ മോഡലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ജാക്കറ്റിൻ്റെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.